ഹലോ ഗൈസ്, നമ്മൾ കളിക്കാൻ പോകുന്ന ലെവൽ ഡൈവർ എന്ന ഗെയിമാണ്. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡ് ഇതിൻ്റെ ഇട്ടായിരുന്നു. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതൊന്നും നമുക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭയങ്കര ടഫായിരുന്നു. നമുക്ക് എന്തായാലും ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് കളിച്ച് വെക്കാം. ഇതിൻ്റെ ഒരു ലെവൽ ജയിപ്പിച്ചിട്ടുള്ളൂ. ഒരു ഇതേ എപ്പിസോഡൊക്കെ കാണുന്നുണ്ടാവും. ഇല്ല ഗൈസ്, ഭയങ്കര ടഫായിരിക്കും. എനിക്കറിയില്ല സംഭവം. ഭയങ്കര ടഫ് ഗൈസ്. നേരം മാറ്റി കളിക്കാൻ കഴിയും. ടഫ് കൂടി വരും. ഫസ്റ്റത്തെ പാർട്ടിയിലല്ലോ സിമ്പിളായിരുന്നു ഇത് കളിക്കാൻ. എങ്ങനെയും ഇവിടെ എത്തി. ഇതിങ്ങോട്ടേക്ക് ഇത് ഇന്ന് വരുമായിരിക്കും. ഡൈപ്പുകളാണ് ചോദിക്കാൻ വിചാരിച്ചിട്ടില്ല ഗൈസ്. ഇത് ഓരോരാളെ പൊട്ടന്മാരാക്കുന്നൊരു ഐറ്റാണ്. അപ്പം സൂക്ഷിക്കണം. എങ്ങനെയും ഇവിടെ എത്തി. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എത്ര എപ്പിസോഡ് ഇനി ഇടണമെന്ന് നിങ്ങൾ പറയാം. അടുത്ത ഗെയിം കളിക്കണമെന്നും നിങ്ങൾ പറ ഗൈസ്. ഓടിയാലോ. ഇതിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ രക്ഷപ്പെടും ഗൈസ്. നടക്ക് വരുന്നില്ല. നമുക്ക് നടക്ക് പോയിട്ട് എന്നാലും എൻ്റെ മനസ്സ് പറയുന്നത് നോക്കാം. ഇപ്പം ചാണ്ടിക്കൂല കളിക്കാൻ അവിടെ നിന്ന് നോക്കട്ടെ. ചാവും ഞാനിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടും. ഒരു ഓട്ടം ഓടിയാലും ഇപ്പുറോ ഇല്ല നോക്കില്ല. ഓർട്ട് ഓടിയാലും കേൾക്കണ്ട അവിടെ തലടിച്ച് മരിക്കും. അങ്ങോട്ടേക്ക് വരുന്നവനെ കൊല്ലാൻ ആ സാധനം. അയ്യോ ചത്താ. തുള്ളി രക്ഷപ്പെടേണ്ട സംശയമുണ്ട്. ഇപ്പം ഇങ്ങനെ പൈസ മുഴുവൻ രക്ഷപ്പെടും. ഇങ്ങനെ വിചാരിച്ച് എന്തായാലും ചാവും. ഫസ്റ്റിന് എന്തായാലും കളിക്കാൻ നിങ്ങളുടെ ജയിപ്പിച്ചിരിക്കും. വാശി ഗൈസ്, വാശി. ഇപ്പൊക്കെ വട്ടം ചുറ്റ് കളിക്കും. അവളെ കളിപ്പിക്കാനുള്ള കളിക്കുന്നു ചെയ്താമാർക്കൊക്കെ. ഓടിയാലോ. ചത്ത്. തുള്ളിക്കോളി ഓടിക്കോ. ആ ചത്ത്. ഇല്ല കൈസ്, രക്ഷപ്പെട്ടപ്പോൾ. ഇത് ഉള്ളി സൈഫാണ് ഇത്. എടുക്കാളെ പറ്റിക്കോ. വേറൊരു മണ്ടൂസ് ഐറ്റമാണ്. എൻ്റെ മേത്തേക്ക് വന്നിട്ട് ഇടിക്കും. എൻ്റെ മനസ്സ് പറയുന്നില്ല. ഉമ്മാമ പേടിച്ചോലോ കൈസകള്. തുള്ളുന്ന് എന്നൊക്കെ തോന്നുന്നു. കണ്ട കൈസ് തന്നെ കൈസ്. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. ഇത്ര കഷ്ടപ്പെട്ടത് ഇതിനോടൊന്നും. അയ്യോ, ഇത് എടുക്കുക. ഇന്നലെ നേർത്തുണ്ടായതാണോ ഇത്? നമുക്ക് സംശയമുണ്ട്. ഭയങ്കര ടഫാ കൈസ് ഈ ലെവൽ ജയിപ്പിക്കാൻ. ചത്ത്. എല്ലാം നടക്കട്ടെ. ഇങ്ങനെ മെല്ലണം മൂവ് ആക്കട്ടെ. ഓടിക്കോ. ഒന്നും കണ്ട ഇവിടെ മെല്ലണം ഇതായിരിക്കും. അവസാനം അവിടെ വരുന്ന കാര്യം മറന്നുപോയി. കാര്യം അവിടെ ചത്തതിരിക്കും. ചാവും ചെയ്യില്ല. അവിടെ കീമ തന്നെ ആകാൻ ഉണ്ടായി. അല്ലാത്ത അവസ്ഥയായി. സൗണ്ടിനൊക്കെ പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വിളിപ്പല്ലെങ്കിൽ ഇരുട്ടേക്ക് കൈസ് പോകേണ്ടത് മാറിപ്പോയതുകൊണ്ട് അതാണ് പ്രശ്നമായത്. നമുക്ക് അതിനെക്കുറിച്ച് ഇതല്ല കളിച്ച് എൻ്റെ ഓർമ്മ രീതി കളിച്ചതെന്നാണ് മുമ്പോട്ടേക്കും എല്ലാം വന്നപ്പോൾ തന്നെ ചത്ത്. മേത്തുള്ള ഇവിടുന്ന് ഇപ്പുറത്തുള്ള ഗായ്സ്. ജയിക്കാൻ കുറേ പണിയും ഉറപ്പാകും. അയ്യോ പോയാ. എന്താ കളിക്കുന്നത്? ഇവന് കഴിയുന്നില്ല കളിക്കാൻ. എന്തായാലും ബാക്ക് അടിക്കാം. എന്തായാലും നമ്മളെ സാധായിലേക്ക് നമുക്ക് പോകാം. ട്രൈ ചെയ്താൽ വേണമെങ്കിൽ പൊട്ടിയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇത് കളിക്കാം. എത്തിയിട്ടുള്ളൂ. അയ്യേ, ഇത് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇത് എൻ്റെ കൂടെ വിചാരിച്ചതായി. എൻ്റെ മേലെ കയറി ഇരുന്ന പ്രശ്നം. മനസ്സിലായി സംഭവം. ഇങ്ങനെ ജമ്പ് ചെയ്യാനോ ഈടടിക്കുകയോ എടുക്കുന്നത്. എന്താ കാര്യം സിമ്പിളാ നടക്കും. കൂടി പോവാം. അയ്യോ ചത്ത്. ഇപ്പൊ ഇതെന്താ സ്പ്രിങ്ങാ? ഇങ്ങനെയാണ് സംഭവം. അറിയാതെ മാറിപ്പോയി കഴിച്ച് പിടിച്ച് മാറിപ്പോയതാ പ്രശ്നം. സിമ്പിളോയിൽ ഇട്ടോണ്ട് എൻ്റെ മനസ്സ് അറിയാം. മാറിപ്പോയില്ല. ഇങ്ങനെ ഇന്ന് രക്ഷപ്പെടും. രക്ഷപ്പെടും. ഞാൻ പറയൂ ഗൈസ്.
ഗൈസ് ആ തുള്ളുന്ന സാധനത്തിൽ തട്ടാൻ പറ്റൂല. മര്യാദ കളിക്കാനും കഴിയുന്നില്ല. ഇത് ഗെയിം ആക്കണമെന്ന് നിങ്ങൾ അറിയുക. വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. അത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അത് തട്ടാൻ പോയത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഗൈസ്. കാക്ക പറഞ്ഞ ഇതൊന്നും നടക്കൂലേ തട്ടിച്ച ഇവിടെ ഇതിലുണ്ടായില്ല. അങ്ങനെ ഒരു സാധനം പേര് നമുക്ക് അറിയാം. ഇതായിപ്പോന്നല്ലോ ഒന്ന് തുള്ളും വരാത്ത അവസാനം ഉണ്ടോ ഗൈസ്. ഇതൊന്ന് പറ്റിപ്പോ ഇതതിൻ്റെ ഉടായ്പിൻ്റെ പാപ്പയാണ്. ചെത്തോ ഇതിപ്പോൾ എങ്ങനെ അവസാനത്തിന് അങ്ങനെ ഇതൊക്കെ തുള്ളുന്നോലൊക്കെ ഇരുന്നേക്ക് പറഞ്ഞു. അവസാനം പേര് ഇങ്ങനെ നോക്കിയിട്ട് സാധനം വരും ഗൈസ്. മനസ്സിലാക്കിയൊന്നും വല്ല കാര്യമില്ല. മനസ്സിലാക്കിയ വല്ല കാര്യമൊന്നുമില്ല. മനസ്സിലാക്കിയ കാര്യമില്ല നമുക്ക് മനസ്സിലായി. അവൻ്റെ മുള്ളി മറിപ്പോയി. ഇപ്പം പേരോ കുറച്ചോനില്ല. അവിടെ ആ സാധനം ഉണ്ടോ നമുക്ക് അറിയോ. എടുക്കുന്നു മറ്റേ മുളച്ച് വരുന്ന വരെയെന്ന് ഇത് മനസ്സിലായി. സംഭവം സിമ്പിൾ പോലെ ചിക്കാൻ കഴിഞ്ഞ് വിശ്വസിക്കോ. ഇതിൻ്റെ എത്ര പാർട്ടും കൂടി ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ്. ഈ ഗെയിം ഇനി തുടരുമോ എന്ന് നിങ്ങൾ കമൻറ്റ്. അടുത്ത ഇത് ഗെയിം കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ്. ഗൈസ് മുള്ളിൽ നമുക്ക് നിൽക്കും. ഇതൊന്നും ചത്തിട്ടില്ല. നമ്മളെല്ലാം കൈവേറിയാണെന്ന് ശരിക്കും. ഇതിപ്പോൾ ആ സാധനം അപ്പോൾ തുള്ളിപ്പോന്ന് കാണുന്നത് അത് വരാത്ത ഗൈസ് വന്ന് രണ്ടിടത്തുണ്ട്. രണ്ട് ചാകാനും മനസ്സിലായി. തുള്ളിട്ട് അടുത്ത് എത്തിയിട്ട് നോക്കൂ. ചെറിയ ചാൻസ് ഉണ്ടല്ലോ. ചത്ത് ഗൈസ് കുറച്ച് ബേഡായിപ്പോയി. നല്ല വിശ്വാസം പിടിച്ചോ. സ്പ്രിങ്ങുമ്പോൾ കളിക്കൂലി സ്പ്രിങ്ങും തന്നെ പുള്ളിയത്. പക്ഷെ അത് എൻ്റെ ഇതെന്ത് സ്വഭാവമേ കാണിച്ചിട്ടൊന്നും വിടൂല. അങ്ങനെ ആകുമ്പോൾ എൻ്റെ അടുത്ത് കളിക്കാൻ ആരാന്നറിയോ. ഞാനാന്ന് പോലെ ഒരു കില്ലാടി കുഞ്ഞി ഇതിലോ തള്ളാൻ നല്ല രസം ഗൈസ്. ഒക്കെ അറിയോ നമ്മളെല്ലാം ഒരു തള്ളുസ്തമ ഇത് വന്നാവും. ഇത് തുള്ളി നമുക്ക് ആവശ്യപ്പെടാൻ തോന്നുന്നു. യെസ് വേണ്ട ആവശ്യമില്ല. വെറുതെ കൺഫ്യൂസ് ആക്കാൻ വെച്ചതാണ്. ഇതിനെങ്ങനെ രക്ഷപ്പെടും നോക്ക്. സംഭവം മനസ്സിലായി. ഇതിങ്ങനെ വെക്കണം എന്നാലേ ഇതാ മുമ്പോട്ട് സത്ത്. ഇതെന്ത് ചതിയാന്ന് ഗൈസ്. സംഭവം മനസ്സിലായി. പിന്നെ കളിക്കൂല നിങ്ങൾക്ക് എന്ത് കൈവേറി ഇത് ഗൈസ്. കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. അത്രേ ഉള്ളൂ. ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം കണ്ടവനാണ് ഈ കേശവൻ. ഉറുദു അമ്മ പറ്റിക്കാനാ എന്നെ പറ്റിക്കാൻ ഇരിക്കുന്നതിൻ്റെ കെട്ടവും കഴിയുന്നു. മുള്ളായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഇല്ല ആകെ ഗൈസ് എന്തോ വിചാരിക്കുന്നത് തന്നെ നടക്കും. ഞാൻ ആരും പോകുന്നു ഇവിടെ സൂക്ഷിക്കണം. മുള്ള് തട്ടാതെ പോകും. മുള്ളല്ല ഈ സാധനം തട്ടാണ്ട് എല്ലാം ഇങ്ങനെ തുള്ളിയിട്ട് എസ്കേപ്പ് ആകണം. 30 മിനിറ്റ് ആകുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. റെക്കോർഡ് ചെയ്യണമെന്ന് നമുക്ക് ഗൈസ്. ഇത് മാറാക്കി എന്താവും തുള്ളിക്കളിക്കുന്നത് ഗൈസ്. നൂബ് മാസ്റ്ററിൻ്റെ ഫാനാണോ? അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനൊരു നൂബ് മാസ്റ്റർ കട്ട ഫാനാണ് ഗൈസ്. കട്ട ഫാൻ എന്ന് പറഞ്ഞാൽ കട്ട ഫാനാണ് ഗൈസ്. നമ്മൾ തുള്ളണം തോന്നാണ്. സബാഷ് ബേബി ആർക്കും നോക്കിയിട്ട് തുള്ളൊന്നുമില്ല. ഭ്രാന്ത് തുള്ളി കളിക്കുന്ന കുഞ്ഞിനാണ് ഞാൻ. ഉണ്ടോ നോക്കാൻ പോയത് നോക്കാൻ പോയത്
വല്ലാത്തൊരു ചതിയായിപ്പോയി. നമുക്ക് ഈ വീഡിയോ കഴിയുമെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ, സി യു. ഇതൊരു പാർട്ട് 3 ആണ് ഗൈസ്.